മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ഒരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയുടെ ഒന്നാംഘട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 388 കുടുംബങ്ങളുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും വാടക വീടുകളിലോ പാടികളിലോ താമസിച്ചിരുന്ന മറ്റെവിടെയും വീടുകളില്ലാത്ത ദുരന്തബാധിതരെയുമാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. അപകട മേഖലയിൽ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കും. കരട് ലിസ്റ്റ് മാനന്തവാടി RD ഓഫീസ്, വൈത്തിരി താലൂക്ക് ഓഫീസ്, വെള്ളരിമല വില്ലേജ് ഓഫീസ്, മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലും LSGDയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റുകളിലും പരിശോധനയ്ക്ക് ലഭിക്കും. പൊതുവിതരണ വകുപ്പ് ലഭ്യമാക്കിയ റേഷൻ കാർഡ് ജിയോ റെഫറൻസ് പ്രാഥമിക വിവരമായി കണക്കാക്കി. ഹരിതമിത്രം ആപ്പ്, KSEB എന്നിവയുടെ ഗുണഭോക്തൃ വിവരങ്ങൾ, റാപ്പിഡ് വിഷ്വൽ സ്ക്രീനിംഗ് വിവരങ്ങൾ, വീട്ടുവാടക കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ, സർക്കാർ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിച്ചവരുടെ വിവരങ്ങൾ, പാടികളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. മാനന്തവാടി സബ് കളക്ടർ തയ്യാറാക്കിയ കരട് പട്ടിക മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാക്കിയിട്ടുള്ള പട്ടികയുമായി ഒത്തുനോക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലെ ചർച്ചകൾക്ക് ശേഷമാണ് കരട് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പട്ടികയിലെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ വെള്ളരിമല വില്ലേജ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കരട് പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങൾ 2025 ജനുവരി 10 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. ആക്ഷേപങ്ങൾ വൈത്തിരി താലൂക്ക് ഓഫീസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത്, വെള്ളരിമല വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ സ്വീകരിക്കും. കൈരളി ന്യൂസ്, വയനാട്.